പുല്ലൂർ വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആർ ജയകുമാർ പുരസ്കാര സമർപ്പണം വിശ്വശില്പി കാനായി കുഞ്ഞിരാമന് ഫെബ്രുവരി 22 ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ കെ ജയകുമാർ IAS പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശില്പകലാലോകത്ത് ഇതിഹാസ തുല്യമായ കലാജീവിതം നയിച്ച മലയാളത്തിന്റെ അഭിമാനം കാസർഗോഡുകാരനായ കാനായിക്ക് ആദരമൊരുക്കാൻ പുല്ലൂർ ഗ്രാമം ഒരുങ്ങി. 22 ഉച്ചയ്ക്ക് 2 മണിക്ക് പുല്ലൂരിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് അവിസ്മരണീയമായ ആദരവ് ചടങ്ങിന് ആതിഥ്യമരുളുന്നത്. പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന ആർ ജയകുമാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കാനായിക്ക് സമ്മാനിക്കും. 1,00,000 ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത്. ഗ്രന്ഥാലയത്തിനൊപ്പം തിരുവനന്തപുരം ഫൈൻ ആർട്ട് കോളേജ് അലുമിനി അസോസിയേഷൻ, ചിത്രകാർ കേരള എന്നീ സംഘടനകളും ഒരേയൊരു കാനായി ആദരിക്കൽ ചടങ്ങിന് നേതൃത്വമേകും. കാനായിയെ ആദരിക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യരായ ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ്, ടെൻസിംഗ് ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഒരേയൊരു കാനായി ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കും. ശില്പകലയെ പൊതു ഇടങ്ങളിലേക്ക് എത്തിച്ച് ജനകീയമാക്കിയ കലാകാരനാണ് കാനായി കുഞ്ഞിരാമൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രഗത്ഭരായ നിരവധി കലാകാരന്മാർ കാനായിയുടെ ശിഷ്യരായിട്ടുണ്ട്. അവാർഡ് സമർപ്പണവും ആദരിക്കൽ ചടങ്ങുമാണ് അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ മെമ്മോറിയൽ റേഡിയോ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലൂരിൽ വെച്ച് ഈ വർഷത്തെ ആർ ജയകുമാർ പുരസ്കാരം പ്രശസ്ത ശില്പിയും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കുകയാണ്. കാനായിയെക്കുറിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ല. ശില്പകലയിൽ നൂതനമായ ഭാവത്വം വളർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും വളരെയേറെ പ്രചാരം നൽകിയൊരു പ്രതിഭാശാലിയാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ. ഈ വർഷത്തെ അവാർഡ് സമർപ്പിക്കുന്നത് ശ്രീ കെ ജയകുമാർ IAS ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ തിരക്ക് പിടിച്ചൊരു സമയത്താണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കാനായി സാറിൻ്റെ ഒരു പരിപാടിയായിരുന്നു, ഞാൻ എങ്ങനെ വരാതെ എനിക്ക് തീർച്ചയായിട്ടും വരുന്നു. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട 1-2 പേർ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ നേമം പുഷ്പരാജ്, ശ്രീ രാജീവ് അഞ്ചൽ, ഇവരൊക്കെ തന്നെ ശ്രീ കാനായിയുടെ ശിഷ്യന്മാരാണ്. തുടങ്ങി നാട്ടിലെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ അവാർഡിൻ്റെ ആർ ജയകുമാർ പുരസ്കാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ അവാർഡ് കൊടുത്തത് ശ്രീ സുധീർ കുമാർ ഷെട്ടിക്കാണ്. UAE പ്രമുഖമായ ഒരു സ്ഥാപനത്തിൻ്റെ CEO ആയിരുന്നു ശ്രീ സുധീർ കുമാർ ഷെട്ടി. കവിയും ചലച്ചിത്ര രചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ കെ ജയകുമാർ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് ചലച്ചിത്ര സംവിധായകൻ നേമം പുഷ്പരാജ് കാനായിയെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. ആദരിക്കൽ ചടങ്ങിനു ശേഷം ചലച്ചിത്ര ഗാനരചയിതാവ് കൂടിയായ കെ ജയകുമാറിന്റെ എഴുത്തും ജീവിതവും ആസ്പദമാക്കി ദൂരദർശൻ അവതാരകൻ പ്രഭ അജാനൂർ നടത്തുന്ന സ്നേഹ സംഭാഷണവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ C ബാലൻ, സംഘാടക സമിതി ചെയർമാൻ P പത്മനാഭൻ, ജനറൽ കൺവീനർ അനിൽ പുളിക്കാൽ, ഭാരവാഹികളായ രാജൻ വിഷ്ണുമംഗലം, വിജയൻ സുവർണമൊട്ട, PV ശ്യാമള, സൗമ്യ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.